ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ദലൈലാമയുടെ ആത്മകഥ വായിക്കുകയായിരുന്നു. ടിബറ്റാണ് അവരുടെ ദേശം. മിക്കവാറും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇടമാണ്. പുലരിയിൽ ആരുടെ കാൽപ്പര്യമാറ്റം ഉമ്മർത്ത് കേട്ടപ്പോൾ അമ്മ പിന്നീട് ലാമയായി മാറിയ ആ ചെറിയ ബാലിനെയും പിടിച്ച് പുറത്തേക്ക് വന്നു. പുറത്തൊരു സ്ത്രീയും പുരുഷനുമുണ്ട്. അവരെ കൈത്തണ്ടയിൽ ഇങ്ങനെ ജീവനറ്റ ഒരു കുഞ്ഞും, മരിച്ചൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ അടക്കാനിടം തപ്പി ആ അച്ഛനും അമ്മയും നടക്കുകയാണെന്ന് അമ്മ കരുതി. അമ്മ പറഞ്ഞു, വെയിലൊന്ന് കടുത്തോട്ടെ, നമുക്ക് ഈ മഞ്ഞുപാളി ഒന്ന് വെട്ടിമാറ്റി കുഞ്ഞിനെ നിശ്ചയമായിട്ടും അടക്കാം, അതിന് പറ്റിയ ഇടം കണ്ടുപിടിക്കാം. പെട്ടെന്ന് ആ സ്ത്രീ വലിയവായി നിലവിളിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, കുഞ്ഞിനെ അടക്കാനിടം തപ്പിയല്ല ഞങ്ങൾ നടക്കുന്നത്, മറിച്ച് വിശപ്പും ശൈത്യവും ഇനിയും കഠിനമാകുമെങ്കിൽ എവിടെയെങ്കിലും മറിഞ്ഞിരുന്ന് ഈ കുഞ്ഞിനെ ഭക്ഷിക്കാമെന്നാണ് കരുതി. നമ്മുടെ ചങ്കിലേക്ക് വല്ലാത്ത ഭാരം തരുന്ന ഈ അനുഭവം പറഞ്ഞിട്ട് ലാമ ഇങ്ങനെ സംഗ്രഹിക്കും: നിങ്ങളുടെ ഏതൊരു ധാർമ്മിക വിഷത്തിൻ്റെയും വേരുകളെ വീഴ്ത്തുന്ന, കടപുഴക്കി വീഴ്ത്തുന്ന കൊടിയ പ്രലോഭനത്തിൻ്റെ പേരാണ് ദാരിദ്ര്യം. ദരിദ്രൻ്റെ ഉള്ളിലൂടെ പാഞ്ഞു പോകുന്ന പ്രലോഭനക്കാറ്റിൻ്റെ ആവേഗം ആർക്ക് തിരിച്ചറിയാൻ പറ്റും? അല്ല, എന്നിട്ടും എന്ത് ധാർമ്മികനായിട്ട് എന്ത് നല്ലവനായിട്ട് നിലനിൽക്കുന്നുള്ളതിന് ദൈവങ്ങൾക്ക് നന്ദി പറയുക. എന്തൊരു പ്രലോഭനമാണ് ദാരിദ്ര്യം, എന്തൊരു പരീക്ഷണമാണ് ദാരിദ്ര്യം, എന്തൊരു രോഗാതുരതയാണത്, എന്തൊരു കൊടിയ ദുഃഖമാണത്. എന്നിട്ട് ആ ദുഃഖത്തെ, ആ രോഗത്തെ, ആ പരീക്ഷണത്തെയൊക്കെ കാണാതെ ഇത്രയും വേഗത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോവുക? വിശേഷിച്ചും ആ ദരിദ്രനായ അച്ഛൻ്റെ കാൽപാദങ്ങൾ നമസ്കരിക്കുന്നവർ. ആദിമസഭയിൽ തന്നെ അത്തരമൊരു പ്രതിസന്ധി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ജെറുസലേം കൗൺസിൽ വിളിച്ചു കൂട്ടപ്പെടുന്ന പശ്ചാത്തലമൊക്കെ അതായിരിക്കണം. സഭയുടെ ശൈശവദശയിലായിരുന്നു അത്. ഏതാനും ദശകങ്ങളെ ആയിട്ടുള്ളൂ. എന്നിട്ടും ഈ ഭൂമിയുടെ എല്ലാ ഇടങ്ങളിലേക്ക് പോയ വചനത്തിൻ്റെ വിധക്കാരെ അവിടേക്ക് വിളിച്ചു വരുത്തപ്പെടുന്നു. ഓരോരുത്തരും തങ്ങളുടെ സുവിശേഷ രീതി, അതിൻ്റെ ത്രസ്റ്റ്, അവരുടെ ശൈലികളൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. ഒരുതരം ഓഡിറ്റിങ്. പൗലോസിനെ ഭംഗിയായും ശ്രദ്ധാപൂർവം കേട്ട ആ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ അയാളെ ശ്ലാഘിച്ചു. അയാളുടെ സന്ദേശങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ട് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് കറക്റ്റ് ചെയ്തു. എന്താണത്? താങ്കളുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ ആ ദരിദ്രരുള്ള പരിഗണനയെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതൊരു നല്ലൊരു കറക്ഷനായിരുന്നു. തനിക്ക് ലഭിച്ച ആ വളരെ വിലപിടിപ്പുള്ള ആ ഒരു തിരുത്തലിനെക്കുറിച്ച് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ആവർത്തിക്കുന്നുണ്ട്. ദരിദ്രരോട് പ്രത്യേക പരിഗണന വേണം. ദരിദ്രരോട് തീരെ പരിഗണനയില്ലാത്ത, ദരിദ്രം തുടങ്ങിയ പദങ്ങൾ വല്ലാതെ ചെടിച്ചു തുടങ്ങിയ കാലത്തിലാണ് നമ്മൾ ജീവിക്കുക. എല്ലായിടത്തും ആ സൂചന വളരെ പ്രധാനപ്പെട്ടതാണ്. ദരിദ്രരോട് പ്രത്യേക പരിഗണന വേണം. സാമൂഹ്യ രീതികൾക്കകത്ത്, രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത്, സാമുദായിക ബന്ധങ്ങൾക്കകത്ത്, വികസനത്തിൽ, കലയിൽ, കൃഷിയിൽ ഒക്കെ ആ സൂചന വളരെ പ്രധാനപ്പെട്ട. ദരിദ്രരോട് പ്രത്യേക പരിഗണന വേണം. ആരും കാര്യമായിട്ട് ഇപ്പോൾ ദരിദ്രനെക്കുറിച്ച് പറയുന്നില്ല. ആ വാക്ക് നേരത്തെ സൂചിപ്പിച്ച കണക്ക് നമുക്ക് ചെടിച്ചു തുടങ്ങിയോ? നമുക്ക് മടുത്തു തുടങ്ങിയോ? ദരിദ്രനെ നമ്മളല്ലാതെ മറ്റാരാണ് ഗൗരവമായിട്ട് എടുക്കേണ്ടത്? വിശേഷിച്ചും ആ ദരിദ്രനായി ജീവിച്ച് മരിച്ച് സ്വന്തമായിട്ടൊരു ഇടമില്ലാതെ, അടക്കാനൊരിടമില്ലാതെ കടന്നുപോയ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ദരിദ്രനായ ഒരാളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെന്ന് സ്വയം ഹുങ്ക് പറയുന്നവർ. എങ്ങുമില്ല ആ ദരിദ്രനുമായി ബന്ധപ്പെട്ട പരിഗണനകൾ. വെറുതെ ഒരു നാടിൻ്റെ കണ്ണാടിയാണ് ആ നാടിൻ്റെ കല, സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് ഏറ്റവും നല്ല സൂചന നമ്മുടെ കല, സാഹിത്യം, സിനിമ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ദരിദ്രനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും അതിനകത്ത് നമ്മൾ വായിക്കുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. ഒരു കാലത്ത് ദാരിദ്ര്യമായിരുന്നു നമ്മുടെ കലയുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിന്ദു. അതിനകത്ത് അത് വായിച്ചിട്ടൊക്കെയാണ് മനുഷ്യരുടെ ചങ്ക് തുറങ്ങിയിട്ടുള്ളത്. അതെന്തുമാവട്ടെ, ഇപ്പോൾ ചങ്ങമ്പുഴയുടെ കവിതകളായാലും വൈലോപ്പള്ളി വിശേഷിച്ചും ഒരു കുഞ്ഞു കവിത നമ്മുടെ ഓർമ്മയിൽ മിക്കവാറും ഉണ്ടാകും. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഈ മരിച്ചവൻ്റെ വായ്ക്കരി വെക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചുണ്ടിലിങ്ങനെ അരിവെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ചില ഹൈന്ദവ രീതികൾക്കകത്തുണ്ട്. അതിങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ സ്ത്രീ ഇങ്ങനെ നെടുവീർപ്പോട് പറയുകയാണ്, ജീവിച്ചിരുന്നപ്പോൾ അയാളുടെ വായ്ക്കകത്തേക്ക് ഒരു പിടി അരി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ, ഒരു പിടി ചോറ് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അയാൾ ജീവിച്ചേനെ. എന്തൊരു വല്ലാത്ത നുറുങ്ങണ വേദനയാണ് ആ ചെറിയ കവിത സമ്മാനിക്കുക. തൊട്ടുകാലം മുമ്പ് ഒരു അയ്യപ്പൻ്റെ കവിതകളിലൊക്കെ ഈ ദാരിദ്ര്യം ഒരു കൃത്യമായ പ്രമേയമായിരുന്നു. ആക്സിഡൻറ്റിൽ മരിച്ച അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ പെട്ടുപോയ ഒരാൾ ഇങ്ങനെ ചോരക്കളത്തിൽ കിടക്കുമ്പോൾ പോലും അയാളുടെ പോക്കറ്റിൽ കിടക്കുന്ന 5 രൂപ നോട്ടിലായിരുന്നു എൻ്റെ കണ്ണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനുഷ്യനെക്കുറിച്ച് വല്ലാത്ത പേടിയും വല്ലാത്ത ഭയവും ഒക്കെ വരുമ്പോൾ പോലും പിന്നീട് 5 രൂപ കൊണ്ട് അയാൾ എന്ത് ചെയ്യുമെന്ന് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നു. ആ 5 രൂപ കൊണ്ട് അയാൾ അന്ന് 1 കിലോ അരി വാങ്ങി. അന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അയാളും അയാളുടെ ഭാര്യയും കുഞ്ഞും
നന്നായിട്ട് ഭക്ഷിച്ചു. ദാരിദ്ര്യം എന്ന് പറയുന്ന അത്തരം പ്രമേയങ്ങൾ ഇപ്പം എങ്ങുമില്ല. ബൈസിക്കിൾ തീഫ് കണക്കൊരു ആ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ചലച്ചിത്രത്തിൻ്റെ ഗതിയെ മാറ്റി ഒന്നാണ്. ആ ന്യൂ റിയലിസ്റ്റ് ചിത്രങ്ങൾക്കകത്തൊക്കെ ഈ ദാരിദ്ര്യം ഒരു കൃത്യമായ പ്രമേയമായിരുന്നു. ഇപ്പോൾ ആ പേരിൽ അടുത്ത കാലത്ത് വന്ന ആ ചിത്രം അതിൻ്റെ ശീർഷകം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആകർഷിക്കുമെങ്കിൽ പോലും ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദരിദ്ര കഥകളോ ദരിദ്ര പ്രമേയങ്ങളോ ഇന്ന് ആർക്കും താല്പര്യമില്ല. നമുക്ക് പരിചയമില്ലാത്ത ഏതൊരു മായാലോകത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലായിടത്തും ദരിദ്രൻ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദരിദ്രൻ്റെ മക്കൾക്ക് ഇനി പഠിച്ച് വളരാനുള്ള സാഹചര്യമുണ്ടോ? പണ്ട് മിക്കവാറുമുള്ള പഴയ കാലത്തെ നോവലുകൾക്കകത്തൊക്കെ ഒരു വാക്കുണ്ട്, അവൻ ദരിദ്രനായ വീട്ടിലൊരു കുട്ടിയായിരുന്നു, അതാണ് അതിൻ്റെ സാരം. പഠിച്ച് അവൻ ഡോക്ടറായി. ഇന്ന് ഏതെങ്കിലും ദരിദ്രനായ കുട്ടിക്ക് പഠിച്ച് ഡോക്ടറാകാൻ പറ്റുമോ? ഒരു കാലത്ത് ഡോക്ടറാകാനായിട്ട് ചിലവഴിച്ച തുക ഇന്ന് എൻട്രൻസ് എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടി ആ കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദരിദ്രരുടെ ഇടങ്ങൾ, ദരിദ്രർക്ക് നേരെ നിൽക്കാനുള്ള സാധ്യതകളൊക്കെ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുക. വികസനം എന്ന പേരിൽ നമ്മളിന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ദരിദ്രൻ്റെ ഇടങ്ങൾ ചുരുക്കുക എന്നല്ലാതെ മറ്റെന്താണ് അതിൻ്റെ ധർമ്മം? ഒരു വല്ലാത്തൊരു ഭീകരത നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. വല്ലാത്തൊരു മെഷീനറി ഉണ്ട്. ഈ ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്നൊരു പദം ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമുക്ക് സുരക്ഷിതത്വം തരുമെന്ന് കരുതുന്ന ഇടങ്ങൾ തന്നെ ഇത്തരം ദരിദ്രരുടെ ഇടങ്ങളെ ചെറുതാക്കിയും അവരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും ഇങ്ങനെ വല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി മെട്രോ സിറ്റികളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു നഗരം സൗന്ദര്യവൽക്കരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചേരികൾ എടുത്തു മാറ്റുന്നുള്ള പിന്നെ ക്ലസ്റ്റേഴ്സാണ്. കുറേ അധികം പേര് ഒരുമിച്ച് വസിക്കുന്ന ചേരികളൊക്കെ ഇങ്ങനെ യന്ത്രക്കൈകൾ വന്നിട്ട് ഒരു രാത്രിക്ക് രാത്രി എടുത്തു മാറ്റുകയാണ്. ഇതിനെയാണ് നമ്മൾ സൗന്ദര്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. നമ്മുടെ സൗന്ദര്യത്തിൽ ദരിദ്രന് ഇടമില്ല, നമ്മുടെ നഗരനീതികൾ വലുതിന് ഇടമില്ല, നമ്മുടെ ഈ മാലുകൾക്കിടയിൽ അവൻ്റെ കുടിലിന് ഇടമില്ല. ദരിദ്രൻ്റെ ഇടം ചുരുങ്ങുന്നത് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ആ ഹൃദയത്തെ നുറുക്കേണ്ടേ. കാരണം ദരിദ്രനോട് അനുഭാവം പുറപ്പെടുപ്പിക്കുന്ന, ദരിദ്രനോട് അനുഭാവം വെളിപ്പെടുത്തുന്ന ആ കൃത്യമായൊരു ദൈവസങ്കല്പമാണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത്. അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും. ദരിദ്രൻ്റെ ദൈവം ഇങ്ങനെ കുപ്പയിൽ നിന്ന് അവനെ വിരുന്നുമേശയിലേക്ക് ഉയർത്തുന്ന ദൈവം എന്നൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ആ യഹോവയെക്കുറിച്ചാണ്. എന്നിട്ടോ അത്തരം ഒരു മത സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം ബലപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ദരിദ്രനെ അവഗണിച്ചത്? വേദപുസ്തകത്തിലെ ദൈവം ദരിദ്രൻ്റെ ദൈവം. ദരിദ്രൻ്റെ ദൈവത്തെക്കുറിച്ചൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് വായിച്ചറിയണമെങ്കിൽ ആ വിമോചന ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ വായിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, നന്നായിട്ട് ദരിദ്രർക്ക് വേണ്ടി ജീവിച്ച, അവസാനം വരെ ജീവിച്ച ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്ത് കടന്നുപോയി. തോമസ് കോച്ചേരി എന്ന് പറയുന്ന അച്ഛനാണ്. ഈ നാട്ടിൽ നടന്ന ഒരു തരത്തിലും ഇങ്ങനെ കൃത്യമായ കൂലിയോ കൃത്യമായ തൊഴിൽ നിയമങ്ങളോ ഇല്ലാത്ത വിധത്തിൽ വല്ലാതെ അവഗണിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഒരിക്കലും ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഫിഷർമെൻ്റേത്, മത്സ്യത്തൊഴിലാളികളുടെ. അവർക്കൊരു സംഘടിത രൂപം കൊടുക്കുകയും അവർക്ക് കൃത്യമായ ദിശാബോധം കൊടുക്കുകയും അവർക്ക് തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കുകയും ട്രോളിംഗ് നിരോധിക്കാനും ഒക്കെ ആയിട്ട്, ട്രോളിംഗ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കടലിനെ വല്ലാതെ കൊള്ളയടിക്കുന്നൊരു സമ്പ്രദായമാണ്. ചെറിയ പരമ്പരാഗത വഞ്ചികളിൽ പോകുന്നവർക്കൊന്നും കിട്ടത്തില്ല. അത്തരം ഇടങ്ങളിലൊക്കെ കൃത്യമായിട്ട് ക്രിസ്തുവിൻ്റെ വാക്കിൻ്റെ വർത്തമാന വിചിന്തനം നൽകിയ ഒരു വ്യക്തിയായിരുന്നു തോമസ് കോച്ചേരി. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് രാവിലെ പുലരിയിൽ മരിച്ചു കാണപ്പെട്ടു. വലിയൊരു മനുഷ്യനായിരുന്നു അത്. അപ്പോൾ ഈ ദരിദ്രനുമായി ബന്ധപ്പെട്ട ആ ദൈവസങ്കല്പത്തെ കുറേ കൂടി കൃത്യമായിട്ട് നമ്മുടെ ധ്യാന ബോധന രീതികളിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ പൗലോസിന് പറഞ്ഞ ആ കൃത്യമായ നിർദ്ദേശം ഓരോരുത്തരും ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. ദരിദ്രനെ അവഗണിക്കരുത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദരിദ്രനിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് പോലും. കാരണം ആ ഭൂമിയോടൊപ്പം ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ച് ഭൂമിയുടെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് വന്ന ആ ദൈവസങ്കല്പം ആ ദരിദ്രൻ്റെ രൂപത്തിലായിരുന്നു നമ്മളോടൊപ്പം സഞ്ചരിച്ചിരുന്നത്. ഇത്രയും ദരിദ്രനായൊരു മനുഷ്യൻ വേറെയില്ല. ഒരാൾക്ക് മുമ്പിൽ ഒരു ദരിദ്രനും പറയാനാവില്ല താൻ യേശുവിനേക്കാൾ ദരിദ്രനായിരുന്നു എന്ന്. ഇന്ന് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ സ്വത്ത് അവൻ്റെ നാമത്തിലാണ് സമാഹരിക്കപ്പെടുന്നെങ്കിൽ പോലും, ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് വെൽത്ത് അവൻ്റെ നാമത്തിലാണ് ഇങ്ങനെ ശേഖരിക്കപ്പെടുന്നെങ്കിൽ പോലും നമ്മൾ ഓർമ്മിക്കണം, ഇത്രയും നിസ്വനായി ഇത്രയും ദരിദ്രനായൊരു മനുഷ്യർ പക്ഷേ ഭൂതലത്തിലുണ്ടാവില്ല. പിറക്കാനിടവില്ല, വസിക്കാനിടവില്ല, മരിക്കാനിടവില്ല, മരിച്ചടക്കപ്പെടാൻ ഇടവില്ല. ഒരങ്കുലം മണ്ണില്ലാതെ അയാൾ കടന്നുപോയി. ഇങ്ങനെ ക്രിസ്മസിനൊക്കെ കൃപ ഒരുക്കുന്നത് പോലും ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കൃപ ഒരുക്കാനായിട്ടുള്ള എന്താ നിങ്ങളുടെ നീതീകരണം? യേശു പുൽത്തൊട്ടിൽ പിറന്നെന്നോ? പുൽത്തൊട്ടിൽ പിറന്ന് നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവനെ പുൽത്തൊട്ടിൽ കിടത്തി. അതിൻ്റെ അർത്ഥം അവൻ പിറന്നത് പുൽത്തൊട്ടിയിലല്ല, ആ പുൽത്തൊഴുത്തിലല്ല. ലോകത്തുള്ള ഏതൊരു നാടോടി സ്ത്രീയും തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കണക്ക് സത്രങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ട രാത്രിയിൽ മറിയാം പെരുവഴിയിൽ പെറ്റിട്ട കുട്ടിയുടെ പേരായിരിക്കണം യേശു. അതുകൊണ്ടാണ് പിന്നീട് ഒരിക്കൽ നിൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, കുരുവിക്ക് കൂടുണ്ട്, കുറുനരിക്ക് മാളവുമുണ്ട്, എനിക്ക് വീടില്ല.
വീടെന്ന് പറയുന്നത് നിങ്ങൾ പാർക്കുന്ന ഇടമല്ല, നിങ്ങൾ ജനിച്ച ഇടമാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊല്ലത്തൊരാശ്രമത്തിലാണ്. എന്നാലും എൻ്റെ വീട് എവിടെയെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശ്രമമല്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പിറന്ന വീട്, അത് കുറച്ചും കൂടി മാറി ആലപ്പുഴയിലാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടൊരു വീടില്ലാത്ത ഒരു മനുഷ്യൻ്റെ പേരാണ് യേശു. അയാളിങ്ങനെ അലഞ്ഞു കിടക്കുന്നതായിരുന്നു. അയാളുടെ പ്രയോറിറ്റികളെന്നൊക്കെ പറയുന്നത് ദരിദ്രമായി ബന്ധപ്പെട്ടതായിരുന്നു. അയാളുടെ വലിയൊരു തെറ്റിദ്ധാരണ അയാളുടെ പ്രലോഭനങ്ങളിൽ കഥകൾ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അയാളുടെ പ്രലോഭന കഥയ്ക്കകത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, തിന്മ അയാളെ ഇങ്ങനെ ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഭൂമിയുടെ സമസ്ത ആഡംബരങ്ങളും കാണിച്ചു. ആ മുഴുവൻ ആഡംബരങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, നീ എന്നെ നമസ്കരിച്ചാൽ മാത്രം മതി. അപ്പോൾ യേശുവിന് വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായി. മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന അളവില്ലാത്ത, കണക്കില്ലാത്ത, ആനുപാതികമല്ലാത്ത സമ്പത്തിന് കാരണം ഒന്നാണ് അവർ തിന്മയെ നമസ്കരിക്കാനായിട്ട് ധൈര്യപ്പെടും. തിന്മയുമായിട്ട് അവർ കോംപ്രമൈസ് ചെയ്യുന്നു. തിന്മയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെയാണ് മനുഷ്യന് ഇത്രയും ധനം ഉണ്ടാവുക? ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനുഷ്യനെയോ പ്രകൃതിയോ ഏതെങ്കിലും തരത്തിലുള്ള വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ ഒരാൾക്കും ധനികനാകാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് യേശുവിന് വെളിപ്പെട്ട് കിട്ടിയ സമസ്ത ആഡംബരങ്ങളും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ നമസ്കരിക്കുക. കാരണം ഇത്രയും കാലം ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ദൈവസങ്കല്പത്തിൻ്റെ പൊളിച്ചെടുത്തായിരുന്നു അത്. ഇത്രയും കാലം മനുഷ്യനുണ്ടായിരുന്ന ദൈവസങ്കല്പം ഇതാണ്, ദൈവം കൂടെ ഉള്ളപ്പോഴാണ് മനുഷ്യന് ഐശ്വര്യം. പഴയ നിയമത്തിലൊക്കെ അതിൻ്റെ സൂചനകളുണ്ട്. ഒരാളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അയാൾ അനുഭവിക്കുന്ന വസ്തുക്കളുടെ ആ കൃത്യമായ പട്ടിക നമുക്ക് ഉടനെ കിട്ടും. അയാൾ ഇൻവെൻറ്ററീസിൻ്റെ ആ കൃത്യമായ ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ യേശുവിന് മനസ്സിലായി, ഇതിങ്ങനെ ദൈവം കൂടെ ഉള്ളത് കൊണ്ടല്ല ഈ കാര്യങ്ങൾ. താഴോട്ട് വരുമ്പോൾ കുറേ പാവപ്പെട്ട മനുഷ്യർ അയാളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, അതെ, എല്ലാവരും കൂടി നമ്മളെ കളിപ്പിക്കുകയായിരുന്നു. ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ദരിദ്രരായിട്ട് ജീവിക്കുന്നതൊക്കെ അല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ പോകുന്നതും, നമ്മളുടെ പുറംനിറഞ്ഞ പെൺകുട്ടികൾ നമുക്ക് കല്യാണം കഴിപ്പിക്കാതെ പോകുന്നതും, നമ്മളുടെ മക്കൾക്ക് ജോലി കിട്ടാതെ പോകുന്നതും ഒക്കെ ഇങ്ങനെ ദൈവാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടെന്നല്ല എല്ലാവരും പറയുന്നത്. അതൊന്നുമല്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ദരിദ്രരായിട്ടും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിക്കുന്നതിനകത്തും അരിട്ട് ജീവിക്കുന്നതിനകത്ത് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ തിന്മയുമായിട്ട് ഇനിയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ബിക്കോസ് വി ഹാവ് നോട്ട് യെറ്റ് കോംപ്രമൈസ് വിത്ത് ഈവിൾ. അതുകൊണ്ട് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് അഷ്ടഭാഗ്യങ്ങളിൽ ആദ്യത്തെ ഭാഗ്യമായിട്ട് അത് വരുന്നത്, ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ. ഇപ്പോഴാവട്ടെ ഈ ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞ പദത്തിൻ്റെ മീതെയാണ് പലരുടെയും ചർച്ച. അവർ പറയുന്നു, ഈ ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ഭൗതികമായ സമൃദ്ധി കൊണ്ടാടുമ്പോഴും ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഇങ്ങനെ ആത്മാവിൽ ദരിദ്രരാണ്. യേശു അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആ ധനികരുടെ ജീവിതത്തെ വ്രണപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവരിൽ നിന്ന് ലഭിക്കുന്ന ചില സൗകര്യങ്ങളെ കൈക്കൊള്ളാതിരിക്കാനുള്ള ഒരു വിമുഖത ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച ഒരു വിവർത്തന ഭാഷ്യമായി കണക്കിത് അനുഭവപ്പെടുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രം. അങ്ങനെ രണ്ടുതരം ദാരിദ്ര്യമുണ്ടോ? വേറൊരിടത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടു. അതിൻ്റെ അർത്ഥം ശരീരവും ആത്മാവും രണ്ടാണെന്ന്. ഡീപ്പായ പാഷനേറ്റായ ഒരു അനുഭവത്തെ വിളിക്കുന്ന വാക്കാണ് ആത്മാവിൽ. ആത്മാവിനെ പോലും കാർന്നു തിന്നുന്ന ദാരിദ്ര്യമുള്ളവർ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറയാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ ആ ദാരിദ്ര്യം എന്ന് പറയുന്നൊരു വിഷയത്തെ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുവാക്കി യേശു മാറ്റി. എന്തും ദരിദ്രനോടുള്ള ഒരു നിലപാടായിരുന്നു യേശുവിന് ആ പുതിയ നിയമത്തിൽ സ്ഥാനപ്പെട്ട എല്ലാ പദങ്ങളും. എന്താണ് ആ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആരാധന? നിങ്ങൾ ദരിദ്രർക്ക് കൊടുക്കുന്ന ഈ ചെറിയവൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തത്. ഇനി മുതൽ ആരാധന എന്ന് പറയുന്നത് ഇങ്ങനെ പള്ളികളിലേക്കോ ദേവാലയങ്ങളിലേക്കോ തീർത്ഥയാത്ര നടത്തുകയോ മെഴുതിരി കത്തിക്കുകയോ എല്ലാം മറിച്ച് ദരിദ്രനോട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? മനുഷ്യർക്ക് കൊടുക്കുന്നതൊക്കെയാണ് ദൈവത്തുള്ള ആരാധന. എല്ലാത്തിൻ്റെയും ആ ചിത്രം അങ്ങോട്ട് മാറുകയാണ്. പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ ദൈവത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ചില ദരിദ്ര വിചാരങ്ങളായിരുന്നു. പുതിയ നിയമം അങ്ങനെയല്ല, ദരിദ്രനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ദൈവവിചാരങ്ങളാണ്. ദരിദ്രനാണ് ന്യൂക്ലിയസ്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ എന്താ മാനസാന്തരം എന്ന് പറയുന്നത്? ദരിദ്രനോടുള്ളൊരു നിലപാട് തിരിച്ചറിയുന്നതാണ് കൃത്യമായ മാനസാന്തരം. സക്കേവൂസിൻ്റെ മാനസാന്തരമാണല്ലോ കാലാകാലങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ സക്കേവൂസിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്? ഒരു മേശയിലിരുന്ന് യേശുമൊത്ത് ഭക്ഷിക്കുമ്പോൾ അയാൾക്ക് അയാളെ തന്നെ കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ സ്വത്തെന്ന് പറയുന്ന അധാർമ്മികമായ സ്വത്താണ്, പലരിൽ നിന്നും അപഹരിച്ചതാണ്. ആ ഊണ് കഴിയുമ്പോഴേക്കും തന്നെ അയാൾ ജീവിതത്തിൻ്റെ ആ മേശ തകിടം മറിയുകയാണ്. അയാളിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അധാർമ്മികമായി ശേഖരിച്ചതൊക്കെ ഞാൻ തിരികെ കൊടുക്കാൻ തയ്യാറാണ്, പിന്നെ എൻ്റെ സ്വത്തിൽ പാതി ദരിദ്രർക്കും കൊടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ എണീറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ ഇയാളും ഇയാളുടെ ഭവനവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് സക്കേവൂസിൻ്റെ മാനസാന്തരത്തിൻ്റെ കാതൽ? ഭൗതിക വസ്തുക്കൾക്കകത്ത് അയാൾ ദരിദ്രനോട് ഉന്മുഖമായ, ദരിദ്രനോട് ആഭിമുഖ്യമുള്ളൊരു തീരുമാനമെടുത്തു. അപ്പോൾ ദരിദ്രർക്കിണങ്ങിയ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് കൃത്യമായ മാനസാന്തരം. അപ്പോൾ ആരാധന ദരിദ്രനുള്ള വാഴ്ത്താണ്. മാനസാന്തരം എന്ന് പറയുന്നത് ദരിദ്രനുള്ള ആഭിമുഖ്യമാണ്. നിരന്തരമായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്?
അതുകൊണ്ടാണ് മരുഭൂമിയിലെ പിതാക്കന്മാർ പറയും, നിരന്തരമായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദരിദ്രരെ സഹായിക്കുക. കാരണം നിങ്ങളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകും. അതാണ് നിരന്തരമായ പ്രാർത്ഥന. ഇങ്ങനെ എല്ലാം ആ ദരിദ്രനടങ്ങിയ മട്ടിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. പഴയ നിയമത്തിൽ ഇതിൻ്റെ സൂചനകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ നിയമത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏശയ്യായിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ദരിദ്രൻ്റെ കെട്ടുകൾ അഴിക്കുക, അവന് ഭക്ഷണം കൊടുക്കുക, അവന് ഉടുപ്പിക്കുക, അവന് തണൽ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം. സോ ദൈവവുമായിട്ടെന്ന് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് കരുതിയിരുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ ഇനി വെച്ച് നീട്ടുന്ന ദരിദ്രനിലേക്ക്, ദരിദ്രനെ കുറേ കൂടി കേന്ദ്രബിന്ദുവാക്കും. അതിന് കുറേ ഘട്ടങ്ങൾ മുമ്പിലേക്ക് പോകുമ്പോൾ ഇത്തരം ചാരിറ്റികൾ മാത്രം പോരാ. ഇത്തരം ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ കൈവശമുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കൽ മാത്രം പോരാ. ഒടുവിൽ ദരിദ്രനില്ലാത്തൊരു കാലം വരും. കാരണം യേശു മരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദരിദ്രൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അതിങ്ങനെ സഭയ്ക്ക് വേണ്ടിയുള്ളൊരു ഓർമ്മപ്പെടുത്തില്ല, ദരിദ്രർക്ക് വേണ്ടിയുള്ള ഇടവാണ് ഇത്. നിർഭാഗ്യവശാൽ ദരിദ്രർക്ക് വേണ്ടിയുള്ള ഇടമായിട്ട് ഇപ്പോഴും നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. ദരിദ്രരോട് കൂടെ ഉണ്ടായിരുന്ന കരുതിയ പല കാര്യങ്ങളും ഇപ്പോൾ ദരിദ്രർ ഡിസോൺ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഇവിടെ ഒരു കേഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൃത്യമായി ദരിദ്രരോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പറയാനുള്ള ധൈര്യം അതിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർക്ക് പോലും ഉണ്ടോ? സമാനമായ കാര്യങ്ങളാണ് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ദരിദ്രരോടൊപ്പമായിരുന്നു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറയാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ടാകും? അപ്പോൾ സഭയോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് യേശു കരുതുന്ന ദരിദ്രർ അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ടോ? ഇല്ല. ഒരു കാലം വരും, ദരിദ്രരില്ലാത്തൊരു കാലം വരും. നടപടി പുസ്തകത്തിനകത്ത് നമ്മളത് വായിച്ച് കേൾക്കുന്നുണ്ട്, അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു. കാരണം അവർക്കിടയിൽ എല്ലാം പൊതുവായിരുന്നു. അവർ തങ്ങളുടെ സ്വത്തുവകകൾ വിറ്റ് പൊതുവായ ശേഖരണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഓരോരുത്തരും അതിൽ നിന്നെടുത്ത് ഭക്ഷിച്ചു. 2000 വർഷം മുമ്പുണ്ടായ ഒരു ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തൽ നടപടി പുസ്തകം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ചരിത്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പുളകമണിയാൻ വേണ്ടിയുള്ളതല്ല, വർത്തമാനകാലത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ക്രിസ്തുവിനെ ആധാരമാക്കി ജീവിക്കുന്ന സാമൂഹ്യബോധമുള്ള, നീതിബോധമുള്ള, സ്നേഹസങ്കല്പമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം പതുക്കെ പതുക്കെ പുറത്ത് കടക്കണ്ടേ? ഒരു കാലത്ത് നമ്മളും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ധൈര്യമായിട്ട് പറയണ്ടേ, അവർക്കിടയിൽ ദരിദ്രരില്ലായിരുന്നു. സുവിശേഷം ഏകദേശം തീരാറാകുമ്പോൾ യേശു അപ്പോസ്തലന്മാരോട് പറയുന്നൊരു ദൂതുണ്ട്, നിങ്ങൾ ഗലീലയിലേക്ക് മടങ്ങിപ്പോ. അതായിരുന്നു അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ഒരു അവസാന നിർദ്ദേശങ്ങളിലൊന്ന്. കാരണം ഗലീല എന്ന് പറയുന്ന ദരിദ്രരുടെ ഇടവ, വിളുമ്പിൻ്റെ ഇടവ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. സഭയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇനി ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു നിർദ്ദേശം അത് തന്നെയാണ്, ഗലീലിലേക്ക് മടങ്ങിപ്പോവുക. ഒപ്പം പൗലോസുണ്ട് പറഞ്ഞ കാര്യവും ഓർമ്മിക്കണം, ദരിദ്രരെ അവഗണിക്കരുത്. ജീവിതം പ്രഭാമയം സന്നിധാനം, തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.